ഗായ്സ്, അതെ, ഞാൻ നേരത്തെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അത് ഈ കാണുന്ന സ്ഥല. ഇത് പിന്നെ ആക്ച്വലി ഒരു കാർ ഷോറൂമാണ്. നമുക്കപ്പോ ഇവിടെ അങ്ങ് നിക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ഞാൻ പൊക്കോളാം. ഞാൻ പക്ഷെ എവിടെ പോയിട്ട് വിളിച്ചിരിക്കുക? ഞാൻ ഈ സിറ്റിയിൽ ആദ്യമായിട്ടാ വരണേ. ഒരു മിനിറ്റ്, ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്. ഇത് ആരുടെ വീടാണാവോ? ഇത് പിന്നെ കിച്ചണാന്ന് തോന്നുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്കേ ഇവിടെ അങ്ങ് വിളിച്ചിരിക്കാം. എന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കില്ല എന്ന് വിചാരിക്കണു. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഞാനാണ് ജയിച്ചേ. ട്രാലേലോ ട്രാലാല. അതെ, ഞാനൊരു ഷാർക്കായിരിക്കും. പക്ഷെ എനിക്ക് പറക്കാനും പറ്റും. ഹ്. അല്ല, എവിടെ പോട്ടെ വിളിച്ചിരിക്കുക? മുമ്പില് പിന്നെ ഒരു സ്ഥലമുണ്ട്. അത് വല്ല വില്ലേജാന്ന് തോന്നുന്നുണ്ട്. ബാക്കിയുള്ള ഒരു സിറ്റിയിൽ പോയിട്ട് വിളിച്ചിരിക്കണേ. നമുക്കപ്പോ ഒരു ചേഞ്ചിന് വില്ലേജിൽ പോയിട്ട് വിളിച്ചിരിക്കാം. ഈ സ്ഥലം കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. മുമ്പിൽ പിന്നെ വെയർഹൗസ് ഒക്കെ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ വിളിച്ചിരിക്കാം. ഇത് നല്ലൊരു സ്ഥലാ. എന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കില്ല. ഇവിടെ അങ്ങ് നിക്കാം. അയ്യോ, ഇനിയിപ്പോ ഞാൻ അങ്ങോട്ടേക്ക് പോവാ. എവിടെ പോയിട്ട് വിളിച്ചിരിക്കുക? ഞാൻ പിന്നെ ഈ സിറ്റിയിലേ ആദ്യമായിട്ട് വരണേ. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഇത് പിന്നെ കണ്ടില്ലേ, ഇവിടെ ഇഷ്ടം പോലെ ബിൽഡിംഗ് ഉണ്ട്. പക്ഷേ ഒരു ബിൽഡിങ്ങിന് അകത്തും നമുക്ക് കയറാൻ പറ്റില്ല. കയറാനുള്ള പെർമിഷൻ ഇല്ല. അവിടെ പിന്നെ എയർപോർട്ട് ഉണ്ടെന്നാ തോന്നണേ. ഇത് എയർപോർട്ടാന്ന് തോന്നുന്നുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കില്ലേ ഈ എയർപോർട്ടിൽ വിളിച്ചിരിക്കാം. ഇവിടെ പിന്നെ 3 വെയർഹൗസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ കാണുന്ന വെയർഹൗസിൽ വിളിച്ചിരിക്കാം. ഈ സ്ഥലം വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ഇപ്പോ എല്ലാരും പോയിട്ട് വിളിച്ചിരുന്നു. ഇനിയിപ്പോ ഞാനും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. എങ്ങോട്ടേക്കാ പോവാ? അതെ, ഈ ഭാഗത്ത് എവിടെയോ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അത് ബെന്നിയുടെ വർക്ക്ഷോപ്പാന്ന് തോന്നുന്നുണ്ട്. ആ ജാക്ക് പറയാറുണ്ടേ. നമുക്ക് അവിടെ പോയിട്ട് വിളിച്ചിരിക്കാം. ഇതാണ് ബെന്നിയുടെ വർക്ക്ഷോപ്പ്. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. തൽക്കാലം ഈ ഗ്യാപ്പിൽ ഒളിച്ചിരിക്കാം. എന്നെപ്പോ പെട്ടെന്ന് കണ്ടുപിടിക്കില്ല എന്ന് വിചാരിക്കണു. 98, 99, 100. ഓക്കെ, ഇവിടെ ഞാനേ 100 വരെ എണ്ണേക്കാ. ഇനിയിപ്പോൾ നമുക്ക് എല്ലാവരും കണ്ടുപിടിക്കാം. എന്നിട്ട് അവരിങ്ങ് തീർത്തളയാം. എല്ലാവരും എവിടെയാണോ ഒളിച്ചിരിക്കണ്ടാവുക? ഈ സിറ്റി മൊത്തം നമുക്ക് സെർച്ച് ചെയ്യാം. ഇവിടെ ഇപ്പോൾ എനിക്കും സൂപ്പർമാൻ്റെ പവേഴ്സൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ്, ഇവിടെ മറ്റേ ഷോറൂം ഉണ്ട് കേട്ടാ. ആ കാർ ഷോറൂമേ. ആ ഷോറൂമിൽ മിക്കാരും ആരെങ്കിലും വിളിച്ചിരിക്കണ്ടാവും. അവിടെ ആരും ഉണ്ടല്ലോ. ഇവിടെ ഇടുണ്ട്. എന്നാ പിടിച്ചോ. ചാവ് അങ്ങോട്ട്, ചാവ്. അങ്ങനെ ഓടിയിടിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. നമുക്കിനി ബാക്കിയുള്ളവരെയും കണ്ടുപിടിക്കാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്ക് ബാക്കിയുള്ളവരും കണ്ടുപിടിക്കാം. ഈ കളിയിൽ പിന്നെ അധികം ആൾക്കാരില്ലേ. ഇവിടെ പിന്നെ ഒരു എയർപോർട്ട് ഉണ്ട്. ഇവിടെ 3 വെയർഹൗസും ഉണ്ട്. ഇവിടെ ആരെങ്കിലും വിളിച്ചിരിക്കണ്ട. അവിടെ ആരും നിൽക്കണ്ടല്ലോ. ഇവന്റെ പേരെന്തായിരുന്നു? ഇവന്റെ പേര് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഇവനെ കണ്ടുപിടിച്ചു. ഇവനും കൂടി നമുക്ക് തീർത്തളയാം. എനിക്ക് പിന്നെ ലേസറിന്റെ പവർ ഉണ്ട് കേട്ടാ. ലേസർ വെച്ച് കത്തിച്ചളയാം. അതിപ്പോ ഏതായാലും കൊള്ളാം. നമ്മളിപ്പോ 2 പേരെ കണ്ടുപിടിച്ചു. മുമ്പിൽ പിന്നെ ഒരു വില്ലേജ് ഉണ്ട്. ഇവിടെ വെയർഹൗസും ഉണ്ട്. എനിബഡി ഹിയർ? ഈ വെയർഹൗസിൽ ആരില്ല. മുമ്പില് വേറെ ഒരു വെയർഹൗസ് ഉണ്ട്. ഇവിടെ മിക്കവാറും ആരെങ്കിലും ഉണ്ടാവും. ട്രാലല്ലോ ട്രാലാല. എന്നാ പിടിച്ചോ. നീയും അങ്ങോട്ട് ചാവ്. അങ്ങനെ ഷാർക്കിന്റെ കാര്യത്തിലും തീരുമാനമായി. അവനും കൂടി നമ്മൾ കത്തിച്ചു. നമ്മളപ്പോ 3 പേരെ കണ്ടുപിടിച്ചു. ഇനി 4 പേര് മാത്രമേ ബാക്കിയുള്ളൂ. ഈ കളിയിൽ 7 ആൾക്കാരുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ എവിടെ ഉണ്ടാവുക? നമുക്ക് സിറ്റിയിൽ പോകണ്ട. സിറ്റിയിൽ നമ്മൾ ശരിക്കും സെർച്ച് ചെയ്തില്ല. ഇവിടെ ഒരു വീടുണ്ട്. വല്ല ഹോണ്ടഡ് ഹൗസാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അവിടെ ആരെങ്കിലും വിളിച്ചിരിക്കണ്ട. അതാരത്? അവിടെ ഒരാൾ നിൽക്കണ്ടല്ലോ. ബാലറീന ക്യാപ്പിച്ചീന. ശരി, ഇവിടെ നിൽക്കായിരുന്നു അല്ലേ. തൽക്കാലം എന്താ, എന്നാ പിടിച്ചോ എന്റെ ലേസറിന്റെ പവർ. അങ്ങനെ ബാലറീനയുടെ കാര്യത്തിലും തീരുമാനമായി.
ഇനിയിപ്പോ ആരൊക്കെ ബാക്കി